ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയൽ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജയനും അജയനും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തെ ഗ്രാഫ് നീ കണ്ടോ അജയ? എല്ലാവരെയും കടത്തി വെട്ടിച്ചുകൊണ്ട് അനിയുടെ ബ്രാഞ്ചുകളാണ് മുന്നേറി നിൽക്കുന്നത്. അപ്പൊ ജയൻ പറയുകയാണ്, MBA പഠിപ്പിച്ചത് വെറുതെ ആയി പോകുന്ന ഞാൻ കരുതിയത്. അവൻ ഇത്രയ്ക്ക് പുരോഗമനം ഉണ്ടാകും, മാറ്റം ഉണ്ടാകുമെന്നൊന്നും ഞാനും ഓർത്തതേ ഇല്ല. അവന്റെ ഉള്ളിൽ ആദർശിനെ പോലെ തന്നെ നല്ല കഴിവുകളുണ്ട് അല്ലേ ഏട്ടാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, അത് പിന്നെ ഇല്ലാതാകുമോ? ആദർശല്ലേ അവന്റെ റോൾ മോഡല്. അപ്പൊ പിന്നെ ആദർശിനുള്ളതുപോലെ തന്നെ എല്ലാ കഴിവുകളും അവനും കാണുമെന്ന് പറയുകയാണ്. അങ്ങോട്ടേക്ക് ആ സമയത്ത് ആദർശ് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് ശരിയാ, അനിയെ ഇപ്പൊ എന്നെക്കാളും മുകളിലാ. ഒന്നും അല്ല ഇപ്പൊ അവന്റെ മുമ്പില്. അവനെ ഏൽപ്പിച്ച ജോലിയൊക്കെ അവനിപ്പോ വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അവന്റെ മേൽനോട്ടത്തിലുള്ള 3 ബ്രാഞ്ചിലും ഇപ്പൊ നല്ല സെയിലാണ് നടക്കുന്നത്. അത് മാത്രമല്ല, അവിടുത്തെ മാനേജേഴ്സിനോടൊക്കെ ഞാൻ സംസാരിച്ചു. അവനവിടെ തകർക്കുകയാന്നാ പറഞ്ഞത്. എല്ലാവരെയും അവൻ പറപ്പിക്കുക. ജോലി ചെയ്യാൻ മടി കാണിക്കുന്ന സ്റ്റാഫുകളെയൊക്കെ വേണ്ട രീതിക്ക് അവൻ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. എന്തായാലും അവനിലെ ഈ മാറ്റം നല്ലത് തന്നെയാ. ഇനിയിപ്പോ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കാന്നാ ഞാൻ വിചാരിച്ചേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുക. എന്തായാലും പാതി ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കാന്നാ ഞാൻ തീരുമാനിച്ചേക്കുന്നത് ഇങ്ങനെ പറയുമ്പോഴേക്കും അവനിപ്പോ തന്നെ കൊടുത്തിരിക്കുന്ന ഭാരം അധികമല്ലേ, ഇനിയും അവന് അധികാരങ്ങൾ കൊടുക്കണമെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അവനിപ്പം അതിനുള്ള പ്രാപ്തി ഉണ്ട് ചെറിയച്ച. തന്നെയല്ല, അവനെ ഇപ്പൊ ഇച്ചിരി ഓടിക്കുന്നത് തന്നെയാ നല്ലത്. അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചുമതലകൾ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അതിൽ ബിസി ആയി പോയിക്കോളും. ജോലി തിരക്ക് കൂടുമ്പോഴേക്കും അങ്ങനെയുള്ള ചിന്തകളിൽ നിൽക്കുക അവൻ ഒഴിവാകും. ഞാൻ നോക്കിയിട്ട് അതും നല്ലതാണെന്ന് തോന്നുന്നുള്ള രീതിയിൽ ആദർശ് പറയുകയാണ്. അപ്പൊ ജയൻ പറയുന്നുണ്ട്, എന്തായാലും അവനെ ഇപ്പൊ കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിക്കേണ്ടെന്നാ മോനെ എന്റെ മനസ്സ് പറയുന്നത്. അവൻ എന്തായാലും കുറച്ചുനാള് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, എന്നിട്ട് പോരെ അവന് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് എന്നിങ്ങനെ ജയൻ ചോദിക്കുക. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അച്ഛാ, നമ്മൾ ഉദ്ദേശിക്കുന്നതിലപ്പുറമാണ് ഇപ്പൊ അനിയുടെ ഈ മാറ്റം. ഇനിയിപ്പോ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാലും അതൊക്കെ നോക്കി നടത്താനുള്ള കഴിവ് അവനുണ്ട്, അതിനുള്ള പ്രാപ്തിയും അവനുണ്ട്. അതിപ്പോ അവൻ തെളിയിച്ച് കാണിച്ചില്ലേ. ഇനിയിപ്പം അവനെ ഓർത്ത് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവൻ ഇനി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുത്താലും ഒരു കുഴപ്പമില്ല. അവിടെയും അവൻ നല്ല രീതിക്ക് തന്നെ ബിസിനസ് ചെയ്യുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ അക്കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇതെല്ലാം കേട്ടോണ്ട് ദേഷ്യത്തോടെ തന്നെ അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. അപ്പൊ ജലജ പറയുന്നുണ്ട്, ഓഹോ, അത് കൊള്ളാമല്ലോ. അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് അതാണല്ലേ, പകുതി ആദർശനും പകുതി അനിക്കും. അപ്പൊ എന്റെ മകന് മാത്രം ഒന്നുമില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ജയൻ പറയുന്നുണ്ട്, അതെങ്ങനെ കൊടുക്കാനാ ജലജെ? കള്ളന്റെ കയ്യില് ബിസിനസ് ഏൽപ്പിച്ച അവൻ അത് മുക്കും. ഇതുവരെ നടന്നിട്ടുള്ളതും അങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അവൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാലും അവന് കമ്പനിയിൽ ഒരു സ്റ്റാഫായിട്ട് പോലും ഞാൻ ഇരുത്തൂല. ഒരു ബ്രാഞ്ചിലും അവനെ ഞാൻ കേട്ടത്തില്ല എന്ന് തന്നെ പറയുക. പിന്നെ അവൻ ട്രസ്റ്റിലെ അംഗമല്ലേ. അവനിപ്പോ ഒരു ഭാര്യയും കുഞ്ഞും ഉള്ളത് കൊണ്ട് തന്നെ അവന് ജീവിക്കാനുള്ളതൊക്കെ അവന് കിട്ടും. അപ്പൊ അത് കേട്ടിട്ട് നമ്മുടെ ജലജയ്ക്ക് ദേഷ്യം വരിക. അപ്പൊ ജലജ പറയുന്നുണ്ട്, അതിന് മാത്രം എന്ത് തെറ്റാ അവൻ ചെയ്തത്? ഏതായാലും ആദർശ് ചെയ്ത പോലെ ഒരു തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ലല്ലോ. ഒരു പെങ്കൊച്ചിനെ ചതിച്ചിട്ട് അതിനെ അവിടെ തളർത്തി കിടത്തിയിട്ടില്ലേ, അതുപോലെ ഒരു തെറ്റൊന്നും എന്റെ മോൻ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, ദേ ജലജെ, അതിനെക്കുറിച്ചൊന്നും നീ കൂടുതൽ സംസാരിക്കണ്ട. ഈ കാര്യത്തില് ആദർശിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് എനിക്ക് നീ കൂടുതൽ വിശദീകരണം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട. അവൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളത് നിനക്കറിയാമല്ലോ. നമ്മുടെ ബിസിനസ്സിൽ അവൻ കള്ളത്തരം കാണിക്കുക ചെയ്തത്. കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ട് അവൻ ആഭരണങ്ങളാക്കി വിറ്റതാ. അവൻ ഇതൊക്കെ ചെയ്യാൻ ഒരു ഉളുപ്പും ഇല്ലായിരുന്നല്ലോ. മൂർത്തിസ് ജ്വല്ലറി വഴി കള്ളസ്വർണം വിറ്റു എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ചില മീഡിയക്കാർ അത് വലിയ വാർത്തയാക്കുന്നുണ്ട്. അത് കാരണം കുടുംബത്തിലും ബിസിനസ്സിലും നാണക്കേടുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എന്തോരം വിഷമം ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം കാരണക്കാരൻ നിന്റെ മകനല്ലേടി എന്നിങ്ങനെ ചോദിക്കാനിട്ടോ ജയൻ. അപ്പൊ ജലജ പറയുന്നുണ്ട്, അതെ അതെ, എന്റെ മകൻ ചെയ്താൽ മാത്രമാണല്ലോ തെറ്റ്. ഇവിടെ ബാക്കിയുള്ളവർ ചെയ്തൊന്നും ഒരു തെറ്റുമല്ല. ഇവിടെ ഞാനും എന്റെ മകനും മാത്രമല്ലേ ഉള്ളൂ കൊള്ളരുതാത്തവര്. ബാക്കി ആരും എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. ഞാനും എന്റെ മകനും ഈ വീട്ടിലെ ആരുമല്ലല്ലോ. അതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിലും പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ ജയൻ പറയുന്നുണ്ട്, ഞങ്ങൾ ആരും നിന്നെയും നിന്റെ മകനെയും അങ്ങനെ കണ്ടിട്ടില്ല. നീയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. ഞങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാ നീയും നിന്റെ മോനും. നിന്റെ മോൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുഖ്യ പങ്ക് നിനക്ക് തന്നെയാ ജലജെ. നീ കാരണമാണ് നിന്റെ മോൻ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് പോലും. അവനെ ഇങ്ങനെയൊക്കെ വളർത്തി വഷളാക്കിയത് നീ മാത്രമാണ്. അവനിങ്ങനെ തലതെറിച്ചു പോകാൻ നീയാണ് കാരണമെന്ന് തന്നെ പറയുകയാണ് ജയനും അജയനും ഒക്കെ കൂടിയിട്ട്. അതൊക്കെ കേട്ടോണ്ട് തന്നെ ജലജ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി പോവുകയാണ്. ജലജ പോയതിനു ശേഷം ആദർശ് പറയുന്നുണ്ട്, അവൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാലും അവന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരിക്കണം അച്ഛാ. അവൻ ഇനി നമ്മുടെ ബിസിനസിന്റെ ഒരാവശ്യത്തിലും ഇടപെടാൻ സമ്മതിക്കരുത്. ഏതായാലും അവന്റെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകാനുള്ളത് അവന് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ. ഇവരുടെ തലയിലോട്ടൊന്നും അതൊന്നും കേറില്ല. പണ്ട് തൊട്ടേ അവളുടെ മോനും ഇങ്ങനെയാണല്ലോ. അബിയെ ഇങ്ങനെ പറഞ്ഞ് ഈ സ്വഭാവത്തിലാക്കിയത് ഈ ജലജ ഒറ്റരുത്തിയ. നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാ അവര്. ആരും നന്നായിട്ട് ജീവിക്കുന്നത് ജലജയ്ക്ക് മോനും ഇഷ്ടപ്പെടില്ല.
അത് തന്നെയാണ് അവരുടെ മെയിൻ പ്രശ്നം. അവൻ ചെയ്ത തെറ്റുകളൊക്കെ ഓർക്കുമ്പം അവനെ ഈ വീടിനെ പടിക്ക് പുറത്ത് ആക്കേണ്ടതല്ലേ ചേട്ടാ. പിന്നെയും നവ്യയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ഓർത്തിട്ട് മാത്രമല്ലേ നമ്മൾ അതൊന്നും ചെയ്യാതിരിക്കുന്നതെന്നിങ്ങനെ അജയൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇപ്പം എന്തായാലും നവ്യ അബി അപ്പച്ചിയും പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളൂ. ചന്തുമോൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ മുതൽ അവൾ എന്തോ ശത്രുക്കളോട് പെരുമാറും പോലെയാണ് ബാക്കിയുള്ളവരോടൊക്കെ പെരുമാറുന്നത്. ആ എന്തായാലും നോക്കാം, അവനാദ്യം ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് തന്നെ പറയുന്നുണ്ട്. എന്തായാലും അനിയുടെ കാര്യത്തിൽ ഇനി അങ്ങനെ വലിയ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ഒക്കെ നല്ല മാറ്റമുണ്ട്. അത് തന്നെ ഒരു ആശ്വാസം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ മൂന്നുപേരോട് ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനിക്കാണെങ്കിലും ഓഫീസിൽ നല്ലൊരു സ്വീകരണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ബ്രാഞ്ചിൽ ഇപ്പോൾ നല്ല സെയിലിംഗ് ഒക്കെ നടന്നുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ അനി നോക്കുന്ന ബ്രാഞ്ചുകളൊക്കെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബെനിഫിറ്റ് അവർക്ക് അവിടെ കിട്ടുകയൊക്കെ ചെയ്യണം. അതുകൊണ്ട് തന്നെ സ്റ്റാഫും അവിടുത്തെ മാനേജേഴ്സും ഒക്കെ കൂടിയിട്ട് നമ്മുടെ അനിക്ക് നല്ലൊരു ബൊക്കൊക്കെ കൊടുത്ത് അവരൊക്കെ വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അനി അവരോട് പറയുന്നുണ്ട്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഞാൻ നോക്കുന്ന ബ്രാഞ്ചിലൊക്കെ നല്ല സെയിൽ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും എന്നെ ഏൽപ്പിച്ചൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതിന് നിങ്ങളുടെ സപ്പോർട്ടും വലിയൊരു പങ്ക് തന്നെയാണ്. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അനി പറയുകയാണ്. അപ്പോൾ ആ മാനേജേഴ്സും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പകുതി ഉത്തരവാദിത്തങ്ങൾ സാറിനെ ഏൽപ്പിക്കാനാണെന്ന് ആദർശ് സാറ് പറഞ്ഞത്. ഏതായാലും അത് നല്ലൊരു കാര്യമല്ലേ സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എന്നെ അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല, ഞാനും ഏട്ടനും തമ്മിൽ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ എന്നൊക്കെ പറയുക. അപ്പോൾ ആ മാനേജർ പറയുന്നുണ്ട്, സാറ് ഞങ്ങൾക്ക് മെയിൽ അയച്ചു, എന്നെ വിളിച്ച് പറഞ്ഞു, ഇനി മുതൽ എല്ലാ കാര്യങ്ങളും എന്നെ പോലെ തന്നെ അനിക്കും ഉത്തരവാദിത്തമുണ്ട്. പകുതി ഉത്തരവാദിത്തങ്ങളൊക്കെ സാറിനെ ഏൽപ്പിക്കാൻ പോവാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ സാറിനെ വിഷ് ചെയ്തെന്നൊക്കെ തന്നെ അവർ പറയുക. ഏതായാലും ആ ഒരു സന്തോഷത്തിൽ അനിയ എല്ലാവർക്കും ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. ഈ ഒരു സന്തോഷം തന്നെ നമ്മുടെ നന്ദുവിനെ വിളിച്ചിട്ട് അറിയിക്കുന്നുമുണ്ട്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും നന്ദുവും പറയുന്നുണ്ട്, നിന്റെ ഈ വിജയത്തിന് പിന്നിൽ ഞാനാണെന്ന് നീ ഓർത്താൽ മതി എന്ന് പറയുക. അത് പിന്നെ അല്ലാന്ന് പറയുവോടി, അതുകൊണ്ടല്ലേ നിന്നെ തന്നെ ഞാൻ ആദ്യം വിളിച്ചത്. പിന്നെ ഈ ഒരു സന്തോഷം ഞാൻ വിഘ്നേശനും രാകേശനും ഒക്കെ വിളിച്ച് പറഞ്ഞു. അവരൊരു പാർട്ടി തന്നെ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നീയില്ലാതെ എന്തൊരു പാർട്ടി ആഘോഷിക്കാനാ? അതുകൊണ്ട് നിന്റെ സമയം നോക്കിയിട്ട് നമുക്കൊന്ന് ഒന്നിച്ച് കൂടിയാലോ എന്ന് ചോദിക്കാം. അത് നമുക്ക് നോക്കാമെന്ന് ഇങ്ങനെ നന്ദു പറയുന്നുണ്ട്. എപ്പോഴും ഈ കാക്കി വിട്ടുകൊണ്ട് അടിയും പിടിയും ബഹളമായിട്ട് നടക്കുമല്ലേ നീ? കുറച്ചു നേരം ആ കാക്കിയൊക്കെ അഴിച്ചു വെച്ച് നീ ഒന്ന് കൂളാകാൻ നോക്ക്. എപ്പോഴും ഇത് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാവിടാ. ഏതായാലും എൻ്റെ പ്രൊഫഷനല്ലേ ഇത്, ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ച ജോലി. അതെന്തായാലും എനിക്കൊരു ബുദ്ധിമുട്ടാവില്ലല്ലോ. കാക്കി അണിയുന്നതിലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാനത് കുറച്ചു നേരമൊക്കെ അഴിച്ചു വെക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാം നന്ദു. അപ്പം അനി പറയുന്നുണ്ട്, ഏതായാലും നിന്നെ എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് എനിക്കിപ്പോൾ ഉറപ്പാ. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാനുള്ള മനക്കരുത്തൊക്കെ ഇപ്പം എനിക്കുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ സ്വന്തമാക്കുമെന്ന് തന്നെ അനി പറയുകയാണ് കേട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, അയാളുമായിട്ടുള്ള വിവാഹ നിശ്ചയം മുടങ്ങിയതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് ഒരു സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും അവർ വേറെ ആലോചന കൊണ്ട് വരാതിരിക്കുകയല്ലോ. അവർ വേറെ ആലോചനയൊക്കെ ആയിട്ട് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അവരിനി എത്ര ആലോചനയും കൊണ്ട് വന്നാലും അതൊക്കെ നമുക്ക് മുടക്കാവുന്നേ. ഏതായാലും നേരത്തെ ഇടഞ്ഞു നിന്നവരൊക്കെ ഇപ്പം നമ്മളെ അനുകൂലിക്കുന്നില്ലേ, അതുപോലെ തന്നെ കുറച്ച് നാളും കൂടെ നമ്മൾ മുന്നോട്ട് പോകാം. ഏതായാലും ഇതേ കണ്ടീഷനിൽ കുറച്ച് നാളും കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരും സമ്മതിക്കും. എനിക്ക് ഉറപ്പാതെ എൻ്റെ മനസ്സ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഏതായാലും നിന്നെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ നല്ല വിശ്വാസം ഉണ്ടെന്ന് തന്നെ അനി പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് സന്തോഷിച്ച് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അതേസമയത്ത് ജലജ അവരോട് ദേഷ്യപ്പെട്ടാണല്ലോ കയറി വരുന്നത്. എന്നിട്ട് നേരെ നവിയുടെ റൂമിലോട്ടാണ് കേട്ടോ ചെല്ലുന്നത്. നവിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ അറിഞ്ഞോ താഴെ നടക്കുന്ന സംഭവങ്ങളും എല്ലാം നീ അറിയുന്നുണ്ടോ നവിയെ? എന്താ അമ്മേ, എന്താ കാര്യം ഇങ്ങനെ നവ്യ ചോദിക്കുക. അഭി തിരിച്ചു വന്നാലും കമ്പനിയിലുള്ള ജോലി അവന് കൊടുക്കുകയില്ലെന്നാണ് പറയുന്നത്. അവനെ ഒരു ജോലിക്കാരനായിട്ട് പോലും നിയമിക്കാൻ പാടില്ലെന്നൊക്കെയാ താഴെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച. ആദർശന്റെ തീരുമാനമാണ് അത്. ട്രസ്റ്റിലെ അംഗമായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ അമ്മേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പൊ ജലജ പറയുന്നുണ്ട്, അതുകൊണ്ട് മാത്രം മാസം എന്തെങ്കിലും നക്കാപ്പിച്ച് തരാമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാക്കാനാ? നിങ്ങളൊക്കെ ട്രസ്റ്റിലെ അംഗങ്ങളല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കരുതോ എന്ന്. എന്റെ പൊന്നും നവ്യെ, ഇപ്പോഴും കമ്പനിയുടെ MD ആദർശ് തന്നെയല്ലേ. അവൻ തീരുമാനിക്കുന്ന പോലെയല്ലേ എന്തും ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും നാളും ഞാനും എൻ്റെ മക്കളും പുറമ്പോക്കായിരുന്നു. പക്ഷേ ഇപ്പം അവൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ അങ്ങനെ ആകുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നവ്യെന്ന് പറയുക. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, ഇതെന്തൊരു കഷ്ടമാണ് അമ്മേ, നമുക്കിപ്പോൾ ഇവിടെ ഒരു വിലയുമില്ല, നമുക്കൊന്നും ചെയ്യാനും കഴിയുന്നില്ല എന്ന് പറയുക. അപ്പം ജലജ പറയുന്നുണ്ട്, എല്ലാം അവൻ്റെ കൺട്രോളിലല്ലേ മോളെ പോകുന്നത്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും അവന് മാത്രം ഒരു കുഴപ്പവുമില്ല. അവനെ എല്ലാവരും ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ നവ്യ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അന്നേരം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പൊക്കെ ഇവിടെ നടക്കുമ്പം ഞാൻ അതിനെ പ്രതികരിക്കുന്നതുകൊണ്ടാ മോളെ ഞാൻ കൊല്ലാതായത്. നീ ഇവിടെ വരുന്നതിന് മുമ്പേ ഞാൻ പ്രതിഷേധിക്കാൻ തുടങ്ങിയതാ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാനൊരു അനാഥി ആയതുകൊണ്ട് തന്നെ എൻ്റെ മക്കളും ഈ അവഗണനയൊക്കെ സഹിച്ച് തന്നെ വളർന്നത്. അങ്ങനെയൊക്കെ പ്രതികരിച്ചാ ഞാനിപ്പം എല്ലാവർക്കും കൊള്ളരുതാത്തവളായത്. എല്ലാത്തിനും കാരണം ആ ഏട്ടത്തി ഇവിടെ വന്നതോട് കൂടി തന്നെയാണ് എൻ്റെ സമാധാനം നഷ്ടമായത്.
ഇപ്പം എല്ലാം നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ടമ്മേ, പക്ഷെ എന്ത് ചെയ്യാനാ? അപ്പം നവ്യ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലിപ്പോൾ ജയിലിൽ കിടക്കുന്ന അബിയുടെ മുഖം മാത്രമേ ഉള്ളൂ. അവനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ, എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടെന്നൊക്കെ ഉള്ളത് ഞാനും തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാ. അപ്പം ജലജ പറയുന്നുണ്ട്, മോൾ ഇനി എന്തായാലും അതോർത്ത് വിഷമിക്കേണ്ട മോളെ. ഇപ്പം ഈ വീട്ടിൽ എല്ലാവരും സന്തോഷിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണോ അതില്ലാന്നാക്കാനുള്ള വഴികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ജലജ പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതല്ലമ്മേ, എനിക്കൊരു സംശയമുണ്ട്. എല്ലാവരും ഇപ്പോഴും അയാളെ ന്യായീകരിച്ച് തന്നെയല്ലേ സംസാരിക്കുന്നത്. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെ എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട്. എല്ലാവരും പറഞ്ഞത് അയാൾ വലിയ ത്യാഗസമ്പന്നനായ ആളാണെന്നൊക്കെയല്ലേ. അയാൾ ആർക്കു വേണ്ടി ത്യാഗം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്കങ്ങനെയാ മനസ്സിലാവുന്നത്. അയാൾ എന്താ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അയാൾ ഇത്ര വലിയ ത്യാഗം എന്താണാവോ ചെയ്തത്? ഇനിയിപ്പം അയാളും ആ ചന്തുമോളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലേ? വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് അയാൾ ആ ചന്തുമോളെ ഏറ്റെടുത്തതാണോ എന്നൊക്കെ ഇങ്ങനെ നവ്യ സംശയം പോലെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ജലജയോട്. അപ്പം ജലജ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു നവ്യേ, അവരൊക്കെ വെറുതെ പറയുന്നതല്ലേ നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട്. ആ ഏട്ടത്തി എന്ന് പറയുന്നവൾ ആരാ സാധനം എന്നറിയാവോ? പണ്ട് ഞാൻ ഇവിടെ നല്ല രീതിക്ക് തന്നെ ജീവിച്ചു പൊക്കോണ്ടിരുന്നതാ. ഈ കുശുമ്പും ആസൂയും ദേഷ്യം ഒന്നും എനിക്കില്ലായിരുന്നു. ഞാനൊരു ശാന്ത സ്വഭാവക്കാരിയായിരുന്നു. ഈ ഏട്ടത്തി എന്ന് ഇവിടെ വന്നു കയറിയോ അന്ന് മുതലേ ഞാനിങ്ങനെ ആയി തുടങ്ങിയത്. അവരിവിടെ വന്നപ്പോൾ മുതലേ ഞാനിവിടെ വലിഞ്ഞു കയറി വന്നവളാണെന്നും ഞാനൊരു അനാഥയാണെന്നും എനിക്കിവിടെ ഒരവകാശവും ഇല്ലെന്നും എന്നെ എടുത്ത് വളർത്തിയതൊക്കെയാണെന്നും പറഞ്ഞ് പല രീതിക്ക് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. എന്നെ എൻ്റെ മക്കളെയും പല രീതിക്ക് അവർ തരം താഴ്ത്തിയിട്ടുണ്ട്. അവരാരാണെന്ന് നിനക്കറിയില്ല. അവൾ കാരണമാണ് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെ പോലും ഉപേക്ഷിക്കേണ്ടി വന്നത്. കുറേ നാൾ ഞാൻ ക്ഷമിച്ചു മോളെ. എന്നിട്ടും ഈ തരം താഴ്ത്തലും അവഗണനയും ഒന്നും ആകാതെ വന്നപ്പോഴാ എൻ്റെ സ്വഭാവം ഞാൻ മാറ്റിയത്. എല്ലാവരോടും ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഞാൻ കൊള്ളാത്തവളുമായി. എൻ്റെ മക്കളെയും അവർ അങ്ങനെ തന്നെയാക്കി. എല്ലാത്തിനും കാരണക്കാരി ആ ഏട്ടത്തി തന്നെയാ. അവള് കരയണം. അവള് കണ്ടില്ലേ, മകന്റെ കാര്യം വന്നപ്പോഴേക്കും അവക്ക് വേറൊരു നയവാ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അതമ്മ പറഞ്ഞത് ശരിയാ. അവര് ഇതിനിടയിലൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാമേ. സ്വന്തം മകന് വേണ്ടിയിട്ട് എൻ്റെ അനിയത്തിയെ പോലും അവർ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ നിർത്തിയില്ലേ. ഏതൊരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത തെറ്റാ അയാൾ ചെയ്തേക്കുന്നത്. എന്നിട്ട് പോലും അവള് അയാളുടെ ഒപ്പം തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ. എൻ്റെ അനിയത്തിയെ പോലും അവർ മനസ്സ് മാറ്റി എടുത്തില്ലേ എന്നൊക്കെ തന്നെ നവ്യയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജലജ പറയുക, നമ്മളെ രണ്ടും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം മോളെ. ഞാൻ എന്ത് ചെയ്താലും അതൊന്നും നീ കാര്യമാക്കാൻ നിൽക്കണ്ട. നമ്മൾ ഒന്നിച്ചു വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ ഒന്നിച്ചിനി മുന്നോട്ട് പോയാലേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് എൻ്റെ മോൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നുള്ളതൊക്കെ കണ്ടറിയണം. എന്തായാലും അങ്ങനൊന്നും തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ദേവയാനി ജ്യൂസൊക്കെ എടുത്തോണ്ട് നയനയുടെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. നയന ഈ സമയം തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യൂസ് കൊണ്ട് കൊടുത്തിട്ട് ദേവയാനി പറയുന്നുണ്ട്, മോളെ ഇതൊരു ABC ജ്യൂസാണ്, ഇത് മുഴുവൻ നീ കുടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നയന പറയാ, എൻ്റെ അമ്മേ, എൻ്റെ വയർ ഇപ്പൊ തന്നെ ഫുള്ളാ. രാവിലെ കുറെ അധികം ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചതല്ലേ, എനിക്കിപ്പോ വേണ്ടാന്ന് പറയാ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ, ഇത് കുടിച്ചേ പറ്റുള്ളൂ. മോക്ക് ദോഷമായിട്ടുള്ള ഒന്നും തന്നെ ഞങ്ങൾ തരുന്നില്ലല്ലോ. മോക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് വേറൊന്നും പറയാതെ ഇതങ്ങ് കുടിച്ചെന്നൊക്കെ പറയുക. ഞങ്ങളെ വിഷമിപ്പിക്കാതെ മോൾ ഇതൊക്കെ കഴിക്കാൻ കുടിക്കുകയൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട്, എങ്കിൽ അവിടെ വെച്ചേക്കമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളാം. ഇപ്പം വയറ് ഫുള്ളായതുകൊണ്ട് കുടിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാന്ന് പറയുക. അപ്പം ദേവാനി പറയുന്നുണ്ട്, എന്തായാലും മോള് പിന്നെ കുടിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസ് അവിടെ വെച്ചിട്ട് പോവുക. ഈ സമയത്ത് ജലജ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. കാരണം ദേവയാനി അടുക്കളയിൽ നിന്ന് ജ്യൂസ് എടുത്തുകൊണ്ട് വന്നപ്പോൾ മുതലേ ദേവയാനിയുടെ പിന്നാലെ ജലജ ഉണ്ടായിരുന്നു. ദേവാനി മരുമോളെ നന്നായിട്ട് സ്നേഹിക്കുന്ന കാണുമ്പോഴേക്കും ജലജ മനസ്സിൽ ഓർക്കുക, കുടിക്കുക, നീ നല്ലപോലെ കുടിക്കുക. ഇതോടുകൂടി നിന്റെ അമ്മയമ്മയുടെ എല്ലാ പ്രതീക്ഷയും തകരും. നിനക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ മടി വെച്ച് താലോലിക്കാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമല്ലേ അവര്. ഇതോടുകൂടി അവരെ നീ വെറുക്കും. അവര് തന്നെ നിനക്ക് ഉണ്ടാക്കി തന്ന ജ്യൂസ് അല്ലേ, ആ ജ്യൂസ് കുടിച്ചുകൊണ്ടാ നിനക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവര് കരുതിക്കോളും. ഏതായാലും കുറച്ച് സമയത്തിനകം തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നീ നിലവിട്ട് കരയുന്നത് എനിക്ക് കേൾക്കാമെന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ നയനെ ആ ജ്യൂസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുടിക്കണോ വേണ്ടിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ചന്തുമോൾ കയറി വരുന്നത്. ചന്തുമോൾ അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും തന്നെ നയന ചോദിക്കുന്നുണ്ട്, ആഹാ മോള് വന്നോ, മോളിത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ നയന. അപ്പോൾ നമ്മുടെ ചന്തുമോൾ പറയുന്നുണ്ട്, ഞാൻ താഴെ ഉണ്ടായിരുന്നു അമ്മേ, അമ്മ ജ്യൂസ് കുടിക്കാൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കാൻ തിരിച്ച്. അപ്പൊ നയന പറയുന്നുണ്ട്, അതെ മോള് ജ്യൂസ് കുടിച്ചോ, മോക്ക് ഈ ജ്യൂസ് വേണോ, മോൾ ഈ ജ്യൂസ് ഒന്ന് കുടിക്കുവോ, ഇപ്പൊ അമ്മയുടെ വയറ് ഫുള്ളാ, അമ്മയ്ക്ക് ഇതിന് കുടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ നയന. അപ്പൊ ചന്തുമോള് പറയുന്നുണ്ട്, അയ്യോ ഇത് അമ്മയ്ക്കുള്ള ജ്യൂസ് അല്ലേ, അമ്മ തന്നെ ഇത് കുടിച്ചോ, എനിക്കും വേണ്ട, എൻ്റെ വയറും ഫുള്ളാന്നൊക്കെ പറയുക. അപ്പൊ നയന പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, കുഞ്ഞുങ്ങൾ ഈ ജ്യൂസൊക്കെ കുടിക്കുന്നത് എന്തും കൊണ്ടും നല്ലതാ, അതുകൊണ്ട് മോൾ ഈ ജ്യൂസ് ഒന്ന് കുടിക്കുവോ. അപ്പൊ ചന്തുമോള് പറയാ, അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് കുടിച്ചോട്ടെ എന്ന് പറയാ.
അമ്മയുടെ വീട്ടിൽ ഇപ്പോൾ ഒരു കുഞ്ഞുമാവി ഉണ്ടല്ലോ, ആ കുഞ്ഞും ഇത് കുടിച്ചോട്ടെ എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, ആ അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പം കുഞ്ഞാവ കുടിക്കാറൊന്നും ആയിട്ടില്ലല്ലോ. ഇപ്പം ആ കുഞ്ഞെ അമ്മയുടെ വയറ്റിൽ കിടന്ന് ചവിട്ടിക്കൊണ്ട് പറയുക ഇപ്പം അമ്മയ്ക്ക് ഈ ജ്യൂസ് ഒന്നും വേണ്ടാന്നത്രേ, ആ കുഞ്ഞാവയ്ക്ക് ഇതൊന്നും വേണ്ടെന്ന്. എൻ്റെ പൊന്നു മോളല്ലേ ഈ ജ്യൂസ് ഒന്ന് കുടിക്കുന്നൊക്കെ പറയുക. മോളിത് കുടിച്ചോ, ആരോടും പറയാതിരുന്നാൽ മതി, മോളുടെ മുത്തശ്ശിയോടും ഇത് പറയാതിരുന്നാൽ മതി എന്നൊക്കെ പറയുക. എന്നിട്ട് ചന്തുമോളോട് ആ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞ് കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ നയനെ ആ ജ്യൂസ് ഗ്ലാസ്സും ഒക്കെ ആയിട്ട് താഴോട്ട് ഇറങ്ങി പോവുകയാണ്. ദേവേനെ ആ സമയത്ത് മരുമോളെ കഴിപ്പിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാനകിയും കൂടിയുണ്ട്. അപ്പോൾ ജാനകിയോട് പറയുന്നുണ്ട്, അവളെ എന്തെങ്കിലും നിർബന്ധിച്ചുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ. ആഹാരത്തിനോടൊന്നും ഒട്ടും താല്പര്യമില്ല, ഒരു വാഹയും കഴിക്കുന്നില്ല, ഇങ്ങനെ ആയാൽ ശരിയാകില്ലല്ലോ. കുറേ നിർബന്ധിച്ചാലേ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ എന്നാണ് നമ്മുടെ ദേവന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ദേ ഞാൻ ഈ ജ്യൂസ് മുഴുവൻ കുടിച്ചു കേട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, മോക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെറിയമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും മോള് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുക. അപ്പൊ നയന പറയുന്നുണ്ട്, ചെറിയമ്മയ്ക്ക് എന്തായാലും ഇപ്പൊ എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ, അത് തന്നെ എനിക്ക് മതി എന്ന് പറയുക. അപ്പൊ ജാനകിയും പറയുന്നുണ്ട്, എനിക്കല്ലെങ്കിലും മോളോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നന്ദുവിനെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നോക്കാതിരുന്നാൽ മതി, അത് മാത്രം എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുക. അപ്പോൾ ദേവാനി നയന ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. നയന പറയുന്നുണ്ട്, ഇല്ല ചെറിയമ്മേ, ഒരിക്കലും ഞാൻ ആ ബന്ധത്തെ അനുകൂലിക്കുന്നില്ല, മാക്സിമം ഞങ്ങൾ ഒഴിവാക്കാനേ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുക. എൻ്റെ അച്ഛനും അമ്മയും ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക, അവളെയും കൂടി ഇങ്ങോട്ടേക്ക് വിടാൻ അവർക്ക് താല്പര്യമില്ല എന്ന് തന്നെ നമ്മുടെ നയന പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ജലജ ഇതൊക്കെ പുറത്തു നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം കൂടെ കഴിഞ്ഞോട്ടെ, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്നുള്ളത് നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് നയന അവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയണ്ടേ, ഇതൊന്നും ഒരുപാട് ഉണ്ടാക്കണ്ട അമ്മേ, എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ദേവാനി പറയുന്നുണ്ട്, ഏയ് അധികമൊന്നും ഇല്ല മോളെ, ഇതൊക്കെ മോൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ, പിന്നെ മുത്തശ്ശി മോൾക്ക് തരാനായിട്ട് ഏതാണ്ടൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, ഏയ് വേണ്ടമ്മേ, എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ട, എൻ്റെ വയറൊക്കെ ഫുള്ളാ, എന്തായാലും ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അത് നാളത്തേക്ക് ആക്കാം എന്നൊക്കെ തന്നെ പറയാം, അത് ഞാൻ തന്നെ മുത്തശ്ശിയോട് പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നയന. അതേ സമയത്ത് ജലജ വീണ്ടും നവ്യയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അവൾ ആ ജ്യൂസ് കുടിച്ചു എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് സന്തോഷത്തോടെ തന്നെ നവ്യയോട് പറയുന്നുണ്ട്, മോളെ ഇന്ന് ഈ വീട്ടിൽ എല്ലാവരും കരയാൻ പോവുക, എന്താ അമ്മ എന്താ ചെയ്തെന്ന് ചോദിക്കാം, നമ്മളെ ഇട്ട് എല്ലാവരും കൂടെ കുറേ കരയിപ്പിച്ചില്ലേ മോളെ, അതുകൊണ്ട് ഇനിയിപ്പം ഇന്ന് ഈ വീട്ടിൽ എല്ലാവരും കരയാൻ പോവാന്ന് തന്നെ പറയുക. ജലജ ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ അനിയത്തിയല്ലേ എല്ലാത്തിനും കാരണക്കാരി, അവൾമാർ രണ്ടുപേരും കൂടിയിട്ടല്ലേ ഇതുപോലുള്ള പണികളൊക്കെ ചെയ്ത്, അവൾമാർ രണ്ടുപേരും കൂടെ കൂടിയിട്ടല്ലേ അബിയെ ജയിലിനകത്ത് ആക്കിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതെ അവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ടാ എൻ്റെ അബിയെ ജയിൽ പുള്ളി ആക്കിയത്, നിസ്സാരമായിട്ട് അവർക്ക് രക്ഷിക്കാവുന്ന കാര്യമേ ഉള്ളായിരുന്നു, പക്ഷേ അവൾ കൂടി നിയമത്തിന് വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാ നന്ദു ഒട്ടും അനുസരിക്കാതിരുന്നത്, അല്ലെങ്കിൽ നയന എന്ത് പറഞ്ഞാലും നന്ദു അനുസരിക്കുന്നതാണ്, എൻ്റെ അബി ജയിലിനാകാൻ കാരണം നയന തന്നെയാണ് കാരണം എന്ന് പറയുക. അപ്പൊ ജലജ പറയുന്നുണ്ട്, ഇപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് അറിയാവല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം തല്ലിക്കെടുത്താൻ പോവാ ഇന്ന് എല്ലാവരും കരയെന്ന് കാണാന്നൊക്കെ തന്നെ പറയാനോ കേട്ടോ ജലജ. അമ്മ എന്താ അമ്മ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചെയ്ത് എന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഏതായാലും കുറച്ചു നേരം കൂടെ കഴിയുമ്പോഴേക്കും ഈ വീട് ഇരുണ്ട് മൂടിയ അവസ്ഥയിലാകും, എല്ലാവരുടെയും സന്തോഷം കെട്ടടങ്ങാൻ പോവുക, അത് മാത്രം നീ അറിഞ്ഞാൽ മതി എന്ന് പറയുക. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നീ എന്നെ കൈവിടരുത്, അന്നേരം അനിയത്തി സ്നേഹം കൂടിയിട്ട് നീ എന്നെ ഒറ്റപ്പെടുത്തരുതെന്ന് പറയുക. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഞാൻ അങ്ങനെ ഇനി ഒരിക്കലും ചെയ്യില്ല, അമ്മയുടെ കൂടവേ ഞാൻ നിൽക്കുകയുള്ളൂ, എൻ്റെ ശത്രുക്കളെ തകർച്ച കണ്ടാൽ എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് നവ്യ ചോദിക്കുക. അപ്പോൾ ജലജ വീണ്ടും പറയുന്നുണ്ട്, ഇനിയിപ്പം നമ്മൾ മുന്നോട്ട് ഒന്നിച്ചു വേണം പോകാൻ, അമ്മ എന്ത് ചെയ്താലും അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് നവ്യയും പറയുന്നുണ്ട്. അങ്ങനെ ജലജ അവിടുന്ന് സന്തോഷത്തോടെ തന്നെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നയനെ ആ ജ്യൂസ് കുടിച്ചാൽ ഉടനെ തന്നെ ആ കുഞ്ഞ് അലസി പോകും, അപ്പോൾ വീട്ടിലെല്ലാവരും കരയും എന്നൊക്കെയാണ് നമ്മുടെ ജലജ ഓർത്തിരിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ നവ്യാണെങ്കിലും ആകെ വല്ലാത്തൊരു വിഷമത്തിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ജലജ കുറച്ച് സമയത്തുള്ളിൽ തന്നെ ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ആ ജ്യൂസ് ചന്തുമോളാണല്ലോ കുടിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചന്തുമോൾക്ക് ചെറിയ ക്ഷീണവും വയ്യാഴിയൊക്കെ തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിയും ജാനകിയൊക്കെ കൂടിയിട്ട് എല്ലാ ഫുഡും ഒക്കെ റെഡിയാക്കി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനയും വിളിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, മോളിനി റൂമിലിരുന്ന് കളിക്കായിരിക്കും, ഞാൻ എന്തായാലും ചന്തുമോളെ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് നയന മോളിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ചന്തുമോളെ അന്വേഷിച്ച് നയന മോളിലോട്ട് കയറി വരുമ്പോഴേക്കും നയന കയറി വരുമ്പോഴേക്കും കാണുന്ന കാഴ്ച കണ്ട് നയന ഞെട്ടി പോവുകയാണ് കേട്ടോ. ചന്തുമോൾ അവിടെ ചോര ഛർദ്ദിച്ച് അബോധാവസ്ഥയിൽ ആ റൂമിൽ താഴെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് വരുന്ന നയനയ്ക്ക് ആകെ ഷോക്കാവുകയാണ്. അപ്പോൾ നയന പെട്ടെന്ന് തന്നെ, അയ്യോ മോക്കിത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചന്തുമോളെ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നയന പെട്ടെന്ന് തന്നെ, അമ്മേ മുത്തശ്ശി ഓടി വന്നേ, അമ്മയെ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ദേവയാനിയും മുത്തശ്ശിനൊക്കെ ഉറക്കെ വിളിക്കുകയാണ്. അപ്പോൾ അവരും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. വന്നിട്ട് എന്താ മോൾ എന്തിനാ വിളിച്ചെന്നൊക്കെ ചോദിക്കുക.
അമ്മേ ഇത് കണ്ടില്ലേ, ചന്തമോളെന്ന് പറഞ്ഞിട്ട് ചന്തമോളെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഉടനെ തന്നെ ദേവയാനിയും മുത്തശ്ശിക്ക് വന്നിട്ട് അയ്യോ മോൾക്ക് ഇത് എന്ത് പറ്റി, അയ്യോ മോള് ചോര ഛർദ്ദിച്ചിരിക്കുന്നല്ലോ, എന്ത് പറ്റിയതാവും എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട് ഞാൻ ആദർശേട്ടനെ വിളിക്കട്ടെ, മോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെയും അനിയൊക്കെ വിളിച്ച് വരുത്തിയാണ് കേട്ടോ. അപ്പം നയന ചന്തമോളെ എടുക്കാനായിട്ട് നോക്കുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് വേണ്ട മോളെ, മോളെ ഈ അവസ്ഥയിൽ ചന്തമോളെ എടുക്കണ്ട, ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ചന്തമോളെ വാരി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചോരയൊക്കെ തുടച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ ചന്തമോളെ ഹോസ്പിറ്റലിൽ ആക്കുന്നുണ്ട്. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ചന്തമോളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രാഥമിക പരിശോധനകളെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ അവരോട് പറയുന്നുണ്ട് വിഷമുള്ളിൽ ചെന്നത് തന്നെയാണ് ചോര ഛർദ്ദിക്കാൻ കാരണം, എന്തായാലും അധികം വൈകാതെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ജീവൻ ആപത്തൊന്നും ഉണ്ടായില്ല എന്ന് പറയുക. എന്നിട്ട് ഡോക്ടർ ആദർശിനോട് നയനയോടും ദേവയാനിയോടും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് കുട്ടി പുറത്തുനിന്ന് എന്തെങ്കിലും ആഹാരം കഴിച്ചായിരുന്നോ, ചിലപ്പോൾ ഫുഡ് പോയിസണിങ് അധികം ആയാലും ഇങ്ങനെ ഛർദ്ദിക്കാറുണ്ടെന്ന് പറയുക. അപ്പോൾ നയന പറയുന്നുണ്ട് ഇല്ല ഡോക്ടറെ, ചന്തമോക്ക് ഞങ്ങൾ പുറത്തുനിന്നുള്ള ആഹാരം ഒന്നും കൊടുക്കാറില്ല, എല്ലാം വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ, മോള് പുറത്തുനിന്ന് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല, എന്തായാലും വിഷമുള്ളിൽ ചെന്നിട്ടുള്ള കാര്യം ഉറപ്പാണ്, അതുകൊണ്ടാണല്ലോ കുട്ടി ഇപ്പം അബോധാവസ്ഥയിലായതും, നിങ്ങൾ ശരിക്കും ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു ഇങ്ങനെ പറയുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അത് പിന്നെ ഡോക്ടർ, അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കൊണ്ടുവന്നു, ആ ജ്യൂസ് എനിക്ക് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് ചന്തുമോക്കാണ് കൊടുത്തത്, ചന്തുമോളാണ് ആ ജ്യൂസ് കുടിച്ചതെന്ന് പറയുക നയന. അപ്പോൾ ദേവയാനി ഉടനെ നയനമോളെ നോക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുക എന്നാൽ ആ ജ്യൂസിൽ വിഷാംശം ഉണ്ടായിരുന്നിരിക്കണം, ആ ജ്യൂസ് കുടിച്ചുകൊണ്ടായിരിക്കുമല്ലോ മോക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായെന്ന് പറയുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഏയ് ഞാനാണ് നയനമ്മക്ക് കൊടുക്കാനായിട്ട് ജ്യൂസ് ഉണ്ടാക്കിയത്, ആ ജ്യൂസിൽ ഞാൻ എന്തായാലും വിഷം കലർക്കില്ലല്ലോ, എൻ്റെ മോളെ അപായപ്പെടുത്താൻ ഞാനങ്ങനെ നോക്കുമോ ഡോക്ടർ എന്ന് ചോദിക്കാം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അത് നിങ്ങൾ തന്നെ ആകണമെന്നില്ലല്ലോ, വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്താണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുക ഏയ് അങ്ങനെ വരാൻ ഒരു വഴിയില്ല ഡോക്ടർ, ഞാനാണ് എൻ്റെ മോക്ക് കൊടുക്കാനായിട്ട് ജ്യൂസ് ഉണ്ടാക്കിയത്, ഞാൻ തന്നെ അവൾക്കത് കൊണ്ട് കൊടുത്തതും, പിന്നെ അതിൽ ആര് വിഷം ചേർക്കാനാണ്, എൻ്റെ മോളോട് ശത്രുതയുള്ള ആരും ആ വീട്ടിലില്ല, ഡോക്ടറിനോട് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ ദേവയാനി ശത്രുക്കൾ ആരും ഇല്ല എന്നുള്ള കാര്യം തന്നെ പറയുക. അപ്പോൾ തന്നെ നയനയ്ക്കും ആദർശനും മനസ്സിലൊരു സംശയമൊക്കെ ആവുന്നുണ്ട്. ഡോക്ടർ തന്നെ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞല്ലോ വിഷാംശം ഉള്ളിൽ ചെന്നുകൊണ്ടാണ് ചന്തുമോക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ ആ ജ്യൂസ് അമ്മ എനിക്ക് കുടിക്കാനായിട്ട് കൊണ്ടുവന്ന ജ്യൂസല്ലേ, ആ ജ്യൂസിൽ വിഷം കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്തായിരിക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുക നമ്മുടെ നയന. ആദർശൻ്റെ അടുത്താണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ആദർശം പറയുന്നുണ്ട് അങ്ങനെ വഴിയുള്ളൂ, മിക്കവാറും ആ ജ്യൂസ് അമ്മ നിനക്ക് തരാൻ വേണ്ടി റെഡിയാക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും, അവരായിരിക്കുമല്ലോ ആ ജ്യൂസിൽ വിഷം ചേർത്തിട്ടുണ്ടാവുക, നിന്നെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആരെങ്കിലും അങ്ങനെ ചെയ്താണെങ്കിലോ, എന്തായാലും ഇതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ പാലിൽ വിഷം കലർത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ സംശയിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് തന്നെ ആദർശ് പറയുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് മോനെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയല്ല, എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് കരൾ ഭാഗത്ത് വന്ന മകളാണ് ഇവള്, അവൾക്കൊരാപത്ത് വരാൻ ഞാൻ നോക്കൂ, അവൾക്ക് ഒരാപത്തും വരാതെ കാക്കേണ്ടത് എൻ്റെ കടമയല്ലേ, ഞാനങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല എന്ന് തന്നെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മ ചെയ്തെന്നല്ലല്ലോ പറയുന്നത്, അമ്മയല്ല ഇതിനൊന്നും കാരണം, അമ്മ നയനക്ക് കുടിക്കാനായിട്ട് ജ്യൂസ് അവിടെ റെഡിയാക്കി വെച്ചു, അത് മുതലാക്കിക്കൊണ്ട് ആരെങ്കിലും അതിൽ വിഷം ചേർത്താണെങ്കിലോ അമ്മ അത് അറിയാതെ നയനയ്ക്ക് കൊണ്ട് കൊടുത്തു, നയനയ്ക്ക് അത് വയറ് നിറഞ്ഞിരിക്കുകയെന്നും പറഞ്ഞ് കുടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നയന അത് ചന്തമൊക്കെ കൊടുത്തത്, അപ്പോൾ പിന്നെ അമ്മ അവിടെ എങ്ങനെ കാരണക്കാരിയാകും, അപ്പോൾ അവിടെ അമ്മയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, മനഃപൂർവ്വം നമ്മളെ ചതിക്കാനായിട്ട് മനഃപൂർവ്വം നമ്മളെ ദ്രോഹിക്കാനായിട്ട് ആരോ ചെയ്ത പരിപാടി തന്നെയാണ് ഇത്, എനിക്ക് ഇവളുടെ ചേച്ചിയാ സംശയം എന്ന് പറയുക ആദർശ്. അപ്പോൾ ദേവയാനി കരഞ്ഞോണ്ട് പറയുന്നുണ്ട് എനിക്ക് തന്നെയാ മോനെ തോന്നുന്നത്, ഒന്നുകിൽ ജലജ അല്ലെങ്കിൽ ഇവളുടെ ചേച്ചി, ഇവർക്ക് രണ്ടുപേർക്കും ആണല്ലോ നമ്മളോട് ഇപ്പോൾ ശത്രുതയുള്ളത്, പ്രത്യേകിച്ച് നയനമോളിനോട്. അഭി ജയിലിൽ പോകാൻ കാരണം നയനമോളാണല്ലേ നവ്യ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അന്ന് തന്നെ അവൾ ജയിലിൽ പോയിട്ട് വന്നപ്പം നിന്നെ ഞാനിവിടെ സന്തോഷത്തോടെ വാഴിക്കാൻ സമ്മതിക്കുകയില്ലെന്ന് നയനമോളെ വെല്ലുവിളിച്ചതാണ് അവള്, ഇതിൻ്റെ പിന്നിൽ ഇനി അവളായിരിക്കുമോ മോളെ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ നയനയോട്. അപ്പം നയന പറയുക എനിക്കറിയില്ല അമ്മേ, എന്തായാലും ചേച്ചി അങ്ങനെ ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നില്ല, എന്നോട് എത്രയൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും ഞാനൊരു അമ്മയായി കാണണമെന്ന് ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുകയില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്നൊക്കെ തന്നെ നയന വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുക നയനെ ഇനി അവർ വിശ്വസിക്കണ്ട, കാരണം നവ്യ ഇപ്പം സമനില തെറ്റി നടക്കുകയാണ്, നമ്മൾ പറയുന്നതൊന്നും അവൾ കേൾക്കില്ല, പകരം അബിയും അപ്പച്ചിയും എന്താണോ പറയുന്നത് അതാണ് അവൾക്കിപ്പോൾ വേദവാക്യം, അവൾ അത് പറയുന്നത് കേട്ടിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം അബിയെ കാണാൻ പോയിട്ട് വരുമ്പോഴേക്കും അവളുടെ പകയും വൈരാഗ്യവും ദേഷ്യമൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുക, എങ്ങനെയും ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ, അപ്പോൾ പിന്നെ അവർ തന്നെ ആയിരിക്കും ഇതിൻ്റെയും പിന്നിലെന്ന് ആദർശ് തീർത്ത് പറയുന്നുണ്ട്. നയന ആ പഴയ സങ്കടപ്പെട്ട് ഇങ്ങനെ കരയുകയാണ് കേട്ടോ. നയനയാണെങ്കിൽ ചന്തുമോളുടെ കാര്യം ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് കിടക്കുക, ചന്തുമോൾക്ക് ഒരു ആപത്തും വരുത്തല്ലേ ഈശ്വരാന്ന് പറഞ്ഞുകൊണ്ട് നയനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ദേവയാനിയാണെങ്കിലും നയനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളെ വിഷമിക്കേണ്ട മോളെ, നമ്മുടെ ചന്തുമോൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല,
ഏതായാലും അധികം വൈകാതെ തന്നെ നമ്മൾ മോളെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ജീവൻ ആപത്തൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നേ? എന്തായാലും ഇങ്ങനെ ചെയ്ത ആരാന്നുള്ളത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം ആദർശ്. അവർ ഇനി ആ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ചന്തുമോളെ പോലെ തന്നെ നയനമോളുടെ ജീവൻ ആപത്ത്. ചന്തുമോളല്ല അവരുടെ ലക്ഷ്യം. ആ ഒരു നയനമോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കൊല്ലാനാണ് നോക്കിയത്. അവരാരാണെങ്കിലും അവർ ഇനി ആ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. അവരെയും വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് തീർത്ത് പറയാനുണ്ടോ നമ്മുടെ ദേവയാനി. അപ്പൊ നമ്മുടെ ആദർശം പറയുന്നുണ്ട്, അതേ അമ്മേ, അത് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും മുത്തശ്ശനോടും ഒന്ന് സംസാരിക്കട്ടെ. അവരും ഇതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന നല്ലത്. ഇതുപോലെ വിഷമനസ്സിൽ കൊണ്ട് നടക്കുന്നവരെയൊന്നും വിശ്വസിച്ച് ഇനി വീട്ടിനകത്ത് നിർത്താൻ പറ്റില്ല. ആരാണോ ഇതിന്റെ പിന്നിൽ അവരെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ ആദർശം പറയുന്നുണ്ട്. അങ്ങനെ അവര് ചന്തമോളുടെ കാര്യം ഓർത്ത് ആക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതേസമയത്ത് അനന്തപുരിയിലെ ജലജ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. കാരണം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്ന പോലെ തന്നെ ആദ്യം പാമ്പിനെ കടുപ്പിച്ച് നയനെ കൊല്ലാൻ നോക്കി. അതും തിരിച്ച് ജലജയ്ക്കിട്ട് തന്നെ പണി കിട്ടുകയായിരുന്നു. അതുപോലെ തന്നെ വിഷം കുടിപ്പിച്ച് അതുപോലെ തന്നെ ജ്യൂസിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കി നയനെ. അതും ഇപ്പോൾ ചന്തുമോളാണ് കുടിച്ചിരിക്കുന്നത്. അവളുടെ വിധി വല്ലാത്തൊരു വിധി തന്നെയാ. എല്ലാ ഈശ്വരന്മാരും അവളെ തുണയ്ക്കുന്നുണ്ടല്ലോ. എന്തൊക്കെ ചെയ്താലും അവൾക്ക് മാത്രം ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഭയങ്കര ഈശ്വരാനുഗ്രഹം ഉള്ളവൾ തന്നെയാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അസൂയപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതും പാളിയുകൊണ്ട് ഇനി ഇതിന്റെ പിന്നിലെ ഒരു അന്വേഷണമായിട്ട് വരുമായിരിക്കും ആദർശ് എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ജലജ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഹൈപ്പ്